ദേവദാരുവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ദേവവൃക്ഷമാണ്. വൃക്ഷങ്ങൾ രണ്ട് തരമുണ്ട്. അസുര ഇതിൽ പെട്ടിട്ടുള്ളത്, ദേവതയിലും പെട്ടിട്ടുള്ളത്. ഇത് ദേവവൃക്ഷമാണ്. മാത്രമല്ല നമ്മൾ ബുദ്ധൻ്റെ ചില പ്രതിമകൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ നിവർന്ന്, ഇതിൻ്റെ കായ അതേപോലെയാണ്. പിന്നെ നല്ല മനോഹരമായിട്ടുള്ള സ്മെല്ലാണ് ദേവദാരു. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവരെടുക്കുന്നത്. അവർ വനങ്ങളിലൊക്കെ ആണെങ്കിൽ അവർ ഡെഡ് ബോഡി ദഹിപ്പിക്കാനൊക്കെ ദേവദാരുവിൻ്റെ ഇതെടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ ഓയിലിൽ പെട്ടെന്ന് അഗ്നി കത്തിപ്പിടിച്ച് കയറാനൊക്കെ വളരെ കഴിവുള്ളതാണ്. പിന്നെ ഓയിലിനും ഭയങ്കര മണവും ഇതൊക്കെയുള്ള നമ്മളെ മത്ത് പിടിപ്പിക്കുന്നു. മത്താണുള്ള ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇത് എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ മദ്യം കഴിക്കുമ്പോൾ നമുക്ക് ലഹരിയാണ്. ആത്മീയതയിൽ ഉയർന്നു വന്ന് ആത്മജ്ഞാനം നേടിയ ആൾക്കും അതിലും വലിയ ലഹരിയാണ്. ജീവിതം നമ്മൾ ആസ്വദിച്ച് നടക്കുമ്പോൾ ഒരു ലഹരിയാണ്. യാത്രകളിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ കാണുന്ന ഒരു ലഹരിയാണ്. അപ്പോൾ ലഹരി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എല്ലാറ്റിലും നിറഞ്ഞേക്കുന്നുണ്ട്. ചിലർക്ക് മദ്യത്തിലൂടെ കിട്ടുന്നു, ചിലർക്ക് നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയാൻ പാടില്ല, കഞ്ചാവിലൂടെ കിട്ടുന്നു.